നിപ സ്ഥിരീകരിച്ചതോടെ തന്നെ കോഴിക്കോട് ജില്ലയിൽ അതീവ ജാഗ്രതയാണ്. രോഗം സ്ഥിരീകരിച്ച ഫറൂഖ് സ്വദേശിയായ 43-കാരൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു. ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്നും രോഗവ്യാപനവും മരണവും ഉണ്ടാകില്ല എന്നും തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗം വിലയിരുത്തുകയുണ്ടായി. അതിനിടയിൽ വയനാടിന് പുറമെ തിരുവനന്തപുരത്തും കൊല്ലത്തുമൊക്കെ ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നതും ആശങ്ക ഉയർത്തുകയാണ്. എല്ലാം കൂടി ചേർന്ന ഒരു വിശദമായ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ. നിപ്പ സ്ഥിരീകരിച്ച ഫറൂഖ് സ്വദേശിയായ 43-കാരൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. പുനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ പരിശോധനാ ഫലവും പോസിറ്റീവായി. രോഗബാധിതന്റെ പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളവരോട് ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശം നൽകി. നിലവിൽ ഇവരിൽ ആർക്കും രോഗലക്ഷണങ്ങളില്ല. രോഗ ഉറവിടം കണ്ടെത്താനുള്ള പരിശോധനകളും തുടരുകയാണ്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളോടും ആരോഗ്യ പ്രവർത്തകരോടും ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടു. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് വിലയിരുത്തി. കൂടുതൽ ആളുകളിലേക്ക് രോഗം പടരാതിരിക്കാനുള്ള നടപടികൾ വേഗത്തിൽ സ്വീകരിക്കാനും ക്ലസ്റ്ററുകളായി തിരിച്ച് നിരീക്ഷണം ശക്തമാക്കാനും തീരുമാനിച്ചു. സമ്പർക്ക പട്ടികയിലെ 2 പേർ ഹയസ്റ്റ് റിസ്ക് വിഭാഗത്തിൽപ്പെട്ടവരാണ്. സമ്പർക്കം 2 പേരാണ് ഹയസ്റ്റ് റിസ്ക് വിഭാഗത്തിൽപ്പെട്ടവർ. 13 പേര് ഹൈ റിസ്ക് വിഭാഗത്തിൽപ്പെട്ടവരാണ്. പ്രതിരോധ കുത്തിവയ്പ്പിനുള്ള റെംഡെസിവിറിന് ക്ഷാമമുള്ളതിനാൽ പകരം റിബവൈറിൻ മരുന്ന് നൽകും. റെംഡെസിവിർ സ്റ്റോക്ക് കോഴിക്കോട് എത്തിക്കാൻ KMCL-നോട് ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചു. നിപ്പ ആശങ്കയ്ക്കിടെ സംസ്ഥാനത്ത് ഷിഗല്ല ഭീതിയും ഏറുകയാണ്. വയനാടിന് പുറമെ തിരുവനന്തപുരത്തും കൊല്ലത്തും കൂടി രോഗം സ്ഥിരീകരിച്ചു. കൊല്ലത്ത് 2 കുട്ടികൾ ഉൾപ്പെടെ 4 പേർക്കാണ് രോഗബാധ. തിരുവനന്തപുരത്ത് തോന്നയ്ക്കൽ, ചാക്ക, പുത്തൻതോപ്പ് എന്നിവിടങ്ങളിലാണ് രോഗം സ്ഥിരീകരിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗബാധിതരായ 3 കുട്ടികളുടെയും നില തൃപ്തികരമെന്ന് അധികൃതർ അറിയിച്ചു. അതിനിടെ കോളിയാടി മാർ ബസലിയോസ് AUP സ്കൂളിലെ ഒരു വിദ്യാർത്ഥിക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ ജില്ലയിലെ ആകെ രോഗബാധിതരുടെ എണ്ണം 9ആയി. രോഗവ്യാപനം നിയന്ത്രിക്കുന്നതിനായി നെന്മേനി, അമ്പലവയൽ, നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തുകളിലെയും ബത്തേരി മുനിസിപ്പാലിറ്റിയിലെയും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ മാസം 14 വരെ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു. എറണാകുളം ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണവും കൂടുകയാണ്. കഴിഞ്ഞ 11 ദിവസത്തിനിടെ ജില്ലയിൽ 6000-ലധികം പേർക്കാണ് പനി ബാധിച്ചത്. ഇന്നലെ മാത്രം 903 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. 2 ദിവസത്തിനിടെ 77 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചു. വെസ്റ്റ് നൈൽ, H1N1 ഇൻഫ്ലുവൻസ രോഗലക്ഷണങ്ങളോടെ 12 പേരും നിരീക്ഷണത്തിൽ കഴിയുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.